الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുകയും അവൻ്റെ ആജ്ഞകളും നിരോധനങ്ങളും കൽപ്പനകളുമെല്ലാം ജീവിതത്തിൽ കൃത്യമായി പാലിക്കുകയും ചെയ്ത് പരലോക വിജയം വരിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന വിഷയമാണ് ഇന്നെനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അന്ത്യനാളിൻ്റെ അടയാളത്തെക്കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രീതിയിലുള്ള അടയാളങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒന്ന് അലാമാത്തു സുഗ്റ, ചെറിയ അടയാളങ്ങൾ. രണ്ടാമത്തത് അലാമാത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ. ഈ ചെറിയ അടയാളങ്ങളിൽ തന്നെ വന്നതും വരാനിരിക്കുന്നതുമായ അടയാളങ്ങളുണ്ട്. ചെറിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വന്നു കഴിഞ്ഞതുണ്ട്, ഇനി വരാനിരിക്കുന്നതുണ്ട്, നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നതുമുണ്ട്. വലിയ അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 10 അടയാളങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അതൊന്നും വന്നിട്ടില്ല, എല്ലാം വരാനിരിക്കുകയാണ്. അതൊന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തസ്ബീഹ് മാലയിലെ അതിൻ്റെ നൂല് പൊട്ടിക്കൊണ്ട് മുത്തുമണികൾ വീഴുന്നത് പോലെ
ഒന്നിന് പിറകെ മറ്റൊന്നായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിതുവരെ വരാൻ തുടങ്ങിയിട്ടില്ല. അതപ്പോൾ വരാൻ തുടങ്ങും. അതിൻ്റെ തീയതി എന്താണെന്ന് നമുക്ക് ആർക്കും അറിയുകയും ചെയ്യില്ല. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒട്ടനവധി 60-ൽ അധികം വരുന്ന ചെറിയ അടയാളങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുകയും നമ്മുടെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന 10ഓളം അടയാളങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ പറയാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എനിക്കും, അത് നല്ല രീതിയിൽ കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ യാജൂജും മാജൂജും ദജ്ജാലും അതുപോലെ തന്നെ ദാബത്തുൽ അർദും എല്ലാം അടങ്ങുന്ന ആ വലിയ അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. ഇന്നേതായാലും നമുക്ക് ചെറിയ, നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന 10ഓളം അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. അതിലൊന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് തന്നെയാണ്. പ്രവാചകന്റെ വരവ് അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ 2 വിരലുകൾ ചൂണ്ടുകയും എന്നിട്ട് പറയുകയും ചെയ്തു, ഈ 2 വിരലുകൾ തമ്മിലുള്ള സ്ഥലവ്യത്യാസം, സ്ഥാനവ്യത്യാസം മാത്രമേ ഞാനും അന്ത്യനാളും തമ്മിലുള്ളൂ എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിനർത്ഥം റസൂൽ പറയുന്നത് ഇനിയൊരു നബി വരാനില്ല, ആകാശത്തിന് ഇനിയൊരു വഹ്യ് വരാനില്ല, ഇനിയൊരു ശറഅോ ഹുക്മുകളോ ഒന്നും വരാനില്ല. ഈ ലോകത്തിൻ്റെ അവസാനത്തെ ശറഅാണ്, ശരീഅത്താണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകളും അടങ്ങുന്ന ഇസ്ലാം. ആ പ്രവാചകന്റെ വരവോടുകൂടി ലോകത്തിന് വേറൊരു പ്രവാചകനും വരില്ല. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തിരിക്കാൻ, അതിനൊരു അന്ത്യത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിലൂടെ അതിൻ്റെ അന്ത്യ സൂചനയെ അത് സ്വീകരിച്ചിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും മാത്രമൊന്നുമല്ല പറഞ്ഞത്, ഖുർആനിൽ മാത്രമല്ല പ്രവാചകനാണെന്ന് പറഞ്ഞത്, മറിച്ച് വേദങ്ങളും ബൈബിളും എല്ലാം പരിശോധിക്കുമ്പോൾ ഈ ലോകത്ത് അവസാനത്തെ ഒരു പരിഷ്കർത്താവായി, ഒരു മുജദ്ദിദായി വരാനിരിക്കുന്ന ആ മഹാപ്രതിഭയെക്കുറിച്ച്, ആ മഹാമനീഷിയെക്കുറിച്ച് ഒട്ടനവധി പ്രവചനങ്ങളുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഖുർആൻ എന്താ പറയുന്നത്? അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ. ആ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ നൽകപ്പെട്ട ആളുകൾ, തൗറാത്തും ഇഞ്ചീലും സബൂറും നൽകപ്പെട്ട ആളുകൾ. യഅരിഫൂനഹു, അവർ തിരിച്ചറിയുന്നു അദ്ദേഹത്തെ. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ തിരിച്ചറിയുന്നു. ഏതുപോലെ? കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ തിരിച്ചറിയുന്നത് പോലെ അവർ പ്രവാചകനെ തിരിച്ചറിയുന്നു. വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ, എങ്കിലും ആ തിരിച്ചറിവുണ്ടായ, ആ മനസ്സിലാക്കൽ നടത്തിയ വലിയൊരു വിഭാഗം ആളുകൾ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്. ലോകത്ത് ഉള്ള ക്രിസ്തീയ പുരോഹിതന്മാർക്കും ജൂത പരീക്ഷകൾക്കൊന്നും റസൂലിനെ അറിയാഞ്ഞിട്ടല്ല, പ്രവാചകൻ സത്യമാണെന്ന് അറിയാഞ്ഞിട്ടല്ല. പ്രാചീന കാലഘട്ടം തൊട്ടുള്ള അവർ പുലർത്തിപ്പോന്ന ചില വിശ്വാസങ്ങളും പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് അറബി വംശത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, അഹങ്കാരം കൊണ്ട് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സ്വീകരിക്കാത്തത്. വ്യക്തമായി അവർക്കറിയാം ഇത് പ്രവാചകനാണ്, അന്ത്യപ്രവാചകനാണ്, ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്ന്. ആവർത്തന പുസ്തകത്തിന്റെ 18-ാം അധ്യായം 18-ാമത്തെ വചനം വായിച്ചാൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അവിടുന്ന് യഹോവ പറയാൻ, അവരുടെ സഹോദര സമുദായത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനെ ഞാൻ കൊണ്ടുവരുമെന്നത്. അവരുടെ സഹോദര സമുദായം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിന്റെ സഹോദര സമുദായമായി ലോകത്ത് നിലനിൽക്കുന്ന ഒറ്റ വിഭാഗം മാത്രം, അത് അറബികളാണ്. അറബികളുടെ പ്രാചീന പൂർവ്വ പിതാവ് എന്ന് പറയുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇസ്രായേൽ സന്തതികളുടെ പ്രാചീന പൂർവ്വ പിതാവ് എന്ന് പറയുന്നത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവർ രണ്ടുപേരും തമ്മിൽ യോജിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയാണ്.
ഇബ്രാഹിം നബിയുടെ പുത്രനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇബ്രാഹിം നബിയുടെ പുത്രനായ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയാണ് ഇസ്രായേലുകൾ. അദ്ദേഹത്തിന്റെ മകനാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 12 മക്കളിലുള്ള സന്താന പരമ്പരകൾക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുക. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂത്ത മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വംശ പരമ്പരയാണ് യഥാർത്ഥത്തിൽ അറബികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേൽ സമുദായത്തിന്റെ സഹോദര സമുദായത്തിൽ നിന്ന് ഒരു പ്രവാചകൻ കടന്നു വരുമെന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിക്ക് ശേഷം ഇസ്മായിൽ നബിക്ക് ശേഷം അറബ് വംശത്തിൽ വന്ന ഒരേ ഒരു പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. കൃത്യമായി വേദങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും എന്താണ് പറയാ, എതിർക്കാനോ വ്യക്തമായ തെളിവുകൾ കൊണ്ട് പറഞ്ഞു തോൽപ്പിക്കാനോ അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ബാലിശമായ ആരോപണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ മങ്ങലേൽപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും റസൂലിന്റെ വരവ് എന്തുകൊണ്ടും എന്താണ് അന്ത്യനാളിന്റെ അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രവാചകന്റെ ചില മുഅ്ജിസത്തുകൾ, അന്ത്യനാൾ അടുത്തിരിക്കുന്നു. സൂറത്തുൽ ഖമർ എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്ത് തന്നെ ഉണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആ ഖമർ സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അന്ത്യനാൾ അടുത്തിരിക്കുന്നു. ഇത് അള്ളാഹു അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിലുള്ള സ്ഥലകാല പരിമിതികളും നമ്മുടെ കാഴ്ചപ്പാടിലുള്ള സ്ഥലകാല പരിമിതികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അള്ളാഹു സൂറത്തുൽ മആരിജിൽ പറയുന്നുണ്ട്, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? അന്ത്യനാളിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ റബ്ബ് പറഞ്ഞത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. ഇന്നഹും യറൗനഹു ബഈദ, അവരത് വളരെ ദൂരെയായിട്ട് കാണുന്നു, വളരെ കാലം കഴിഞ്ഞ് സംഭവിക്കാനിരിക്കുന്നതായി കാണുന്നു. എന്നാൽ വനറാഹു ഖരീബ, ഞാനാകട്ടെ അത് വളരെ അടുത്തായി കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂതവും വർത്തമാനവും ഭാവിയുമെല്ലാം ഒരുപോലെ അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവാണ്. അതുകൊണ്ട് പടച്ചവന്റെ കാഴ്ചപ്പാടിൽ, റബ്ബിന്റെ കാഴ്ചപ്പാടിൽ ഇനി ഭൂമി ലോകവും മഹാപ്രപഞ്ചവും അവസാനിക്കാൻ അധികമൊന്നും സമയമില്ല. അതുകൊണ്ട് അല്ലാഹു പറയാണ്, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ ചോദ്യത്തിന് ഉത്തരമായി തന്റെ പ്രവാചകത്വത്തിന്റെ തെളിവിന്റെ അത്ഭുതത്തിന്റെ അടയാളമായി കാണിച്ചു കൊടുത്തതാണ് ചന്ദ്രൻ പിളരുക എന്നത്. ചന്ദ്രൻ പിളരുകയും അത് 2 ഭാഗത്തേക്ക് പോകുകയും ചെയ്യുന്ന കാഴ്ച കൃത്യമായി ആര് കണ്ടിട്ടുണ്ട്? ഖുറൈശികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹു അതിന്റെ തൊട്ടടുത്ത് പറയുന്നത് എന്തറിയോ? ഇനി അവർ എല്ലാ ദൃഷ്ടാന്തങ്ങളും കണ്ടാലും എല്ലാ അത്ഭുതങ്ങളും അവർ കണ്ടാലും അവർ പിന്തിരിയും, അവരൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. എന്നിട്ട് അവരെന്ത് പറയും? ഇതൊക്കെ ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കാണിക്കുന്ന കേവലം ചെപ്പടി വിദ്യകളല്ലേ, ഇതിലൊക്കെ മണ്ടന്മാര് വീണു പോകുന്നല്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും ഒരിക്കലും ബാധിക്കൂല എന്ന് പറഞ്ഞ് എത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല, അവരത് അനുസരിക്കാനും സ്വീകരിക്കാനും പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ചും ആ ജീവിതത്തിലുണ്ടായ ചില അടയാളങ്ങളെ കുറിച്ചുമെല്ലാം ഖുർആനും ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? അത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്നതാണ്. അടുത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, അന അംനതു ലി അസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തിന് നിർഭയത്വമാണ്, സുരക്ഷിതത്വമാണ്. കാരണം ഞാൻ ഉള്ള സമയത്ത് അന്ത്യനാൾ സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ അസ്ഹാബുകൾ, എൻ്റെ സ്വഹാബത്ത്, എൻ്റെ ഉമ്മത്തിന് അംനാണ്, നിർഭയത്വമാണ്. എൻ്റെ സ്വഹാബികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, എന്റെ അനുയായികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവരിൽ വന്നെത്തുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവർ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്ന ഏറ്റവും വലിയ ദുരന്തവും ഏറ്റവും വലിയ നഷ്ടവും എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്, നിന്റെ ഉമ്മയേക്കാൾ, നിന്റെ ഉപ്പയേക്കാൾ, നിന്റെ സ്വന്തത്തെക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ മക്കളേക്കാൾ ആരെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. യാതൊരു സംശയവുമില്ല. ആ പ്രവാചകന്റെ മരണത്തിന്റെ വാർത്തകളും ആ പ്രവാചകന്റെ വിയോഗത്തിന്റെ ചരിത്രവും കാണുമ്പോൾ നമ്മുടെ
കണ്ണുകൾ നിറയുന്നില്ലെങ്കിൽ, കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിന് എവിടെയോ തകരാറുകളുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവാചകന്റെ വിയോഗം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമാണ്. ആ സങ്കടം അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ച ആളുകളാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലുമുണ്ടായിരുന്ന സ്വഹാബികൾ. ഏതൊക്കെ രീതിയിലും പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ പ്രതികരണം, ഉമറിന്റെ പ്രതികരണം, ഉസ്മാന്റെ പ്രതികരണം, അലിയുടെ പ്രതികരണം, ഫാത്തിമയുടെ പ്രതികരണം, ഈ പ്രതികരണങ്ങളിലൂടെയെല്ലാം റളിയല്ലാഹു അൻഹും വറദുവാൻ നമ്മൾ കടന്നു പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന വേദനയാണ് നമുക്കുണ്ടാവുക. അതോടൊപ്പം വലിയൊരു സത്യവും സംഭവിച്ചിരിക്കുന്നു. എന്താണത്? അന്ത്യനാളിന്റെ അടുത്ത അടയാളം സംഭവിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഈ ലോകത്തിന്, ഈ ഉമ്മത്തിന്, ഈ മനുഷ്യകുലത്തിനുള്ള ഏറ്റവും വലിയ സുരക്ഷിതത്വം, ഏറ്റവും വലിയ സംരക്ഷണം, ഏറ്റവും വലിയ സമാധാനം അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന വലിയ ദുരന്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നു. രണ്ടാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അടുത്ത അടയാളം അതാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും മുന്നറിയിപ്പ് നൽകിയ ഒന്നാണ് ഫിത്നകൾ. ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത്, രാത്രിയുടെ കറുത്ത ചീളുകൾ പോലെ ഫിത്ന മദീനയുടെ മുകളിൽ പരന്നു കിടക്കുന്നു. ആ ചീളുകൾ പോലെ ഓരോ വീടുകളിലേക്കും അത് ഇറങ്ങാനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീഉൽ ഗർഖദിൽ കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ ഇന്നലകളിൽ ഷഹീദുകളായ തന്റെ അനുയായികളുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പ്രതീകാത്മകമായി പറയുകയും ചെയ്യുമായിരുന്നു. എന്ത്? ഇന്നലകളിൽ മരിച്ചുപോയ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാർ, വരാനിരിക്കുന്നവർ കാണേണ്ട ഫിത്നയും ഫസാദും എത്രമാത്രം വലുതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങ് ഫാറൂഖ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഫാറൂഖാൻ, നന്മയും തിന്മയും വേർതിരിക്കുന്ന, ഇസ്ലാമിന്റെ സുവർണകാലവും ഇസ്ലാമിന്റെ ഫിത്നയുടെ കാലഘട്ടവും വേർതിരിക്കുന്ന ഒരു വാതിലാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉമർ അത് ചോദിച്ചിട്ടുമുണ്ട്, പ്രവാചകരെ, ആ വാതിൽ തുറക്കുകയാണോ ചെയ്യുക, അതല്ല അത് തകർക്കുകയാണോ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത് തകർക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ ഒരു അധർമ്മത്തെയും തലവെക്കാൻ സമ്മതിച്ചിട്ടില്ല. ഒരു വൃത്തികേടുകൾക്കും അദ്ദേഹം കൂട്ടുനിന്നിട്ടില്ല. ഒരു അനീതിയും തലവെക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉരുക്കുമുഷ്ടിയെ പേടിച്ചുകൊണ്ട് തയ്യാറായില്ല. എന്നാൽ ആ വാതിൽ, ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടത്തിന്റെ ആ ശക്തമായ വാതിൽ, ആ വാതിൽ തകർക്കപ്പെടുകയായിരുന്നു. ഒരു അഗ്നി ആരാധകൻ ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പിറകിൽ നിന്ന് കുത്തുകയായിരുന്നു, അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു, അദ്ദേഹം ഷഹീദാവുകയായിരുന്നു. പ്രവാചകൻ മറ്റു സന്ദർഭത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു ഷഹീദായുള്ള മരണത്തെക്കുറിച്ചുള്ള സൂചന നൽകിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ 3 അനുയായികളും, അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും, അവർ 4 പേരും കൂടി ഉഹുദിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉഹുദ് ചെറുതായിട്ടൊന്ന് വിറച്ചു. സഹിഹായ ഹദീസാണിത്. ഉഹുദ് ചെറുതായിട്ടൊന്ന് വിറച്ചു. ആ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹുദേ, നീ എന്തിനാണ് വിറക്കുന്നത്? നിന്റെ മുകളിലുള്ളത് ഒന്ന് അള്ളാഹുവിന്റെ റസൂലാണ്, 2 സിദ്ദീഖാണ്, വശഹീദൈൻ, പിന്നെയുള്ളത് 2 രക്തസാക്ഷികളാണ്. ആലോചിച്ചോ പ്രിയപ്പെട്ടവരെ, ഉഹുദിനോട് റസൂൽ പ്രതീകാത്മകമായി സംസാരിക്കാൻ, അല്ലെങ്കിൽ നേർക്കുനേരെ സംസാരിക്കാൻ എന്താണ് പറയുന്നത്? ഉഹുദേ, നിന്റെ മുകളിലുള്ളത് ഒന്ന് റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, 2 സിദ്ദീഖാണ്, പിന്നെ 2 ഷഹീദുകളാണ്, 2 രക്തസാക്ഷികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് പ്രിയപ്പെട്ടവരെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിന്റെ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഉമറും ഉസ്മാനും കൊല്ലപ്പെടുമെന്ന് പ്രവാചകൻ അള്ളാഹു അറിയിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് പ്രവാചകൻ അത് പറയാൻ സാധിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകൻ പറഞ്ഞതുപോലെ ആ സംരക്ഷണത്തിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചതിന് ശേഷം, ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായതിനു ശേഷം, പിന്നീട് ഇസ്ലാമിക ലോകം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നീതിമാനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും പ്രവാചകനും കൽപ്പിച്ച ചര്യയിൽ നിന്ന് ഒരാണൂക്കിട വ്യത്യാസപ്പെടാൻ അദ്ദേഹം തയ്യാറായില്ല.
പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം ലോല മനസ്കനായിരുന്നു, അലിവുള്ള ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് പണ്ടേ നമ്മൾ കേൾക്കാറുള്ളത്, അദ്ദേഹം ഖബർസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ, ഈ ബഖീഇലൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് കണ്ണിന്ന് ധാരധാരയായി വെള്ളം ഒലിച്ച് അവസാനം അദ്ദേഹത്തിന്റെ വലിയ തെങ്ങ് നിറഞ്ഞ താടിരോമങ്ങൾ മുഴുവൻ നനഞ്ഞു കുതിരുമാറി കരയുമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ ലോല മനസ്സ്, ആ ലോല മനസ്സ് കാരണം ചില ആളുകൾ അത് മുതലെടുക്കുകയും ചില ഫിത്നകൾ ഉണ്ടാക്കുകയും എന്നിട്ട് ഇസ്ലാമിക ലോകത്ത് ഒന്നാമത്തെ ഫിത്ന എന്നോണം ആ മഹാനുഭവനായ മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തന്റെ തടി കൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും എല്ലാം ഇസ്ലാമിനെ അങ്ങേയറ്റം സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്, ഭയാനകമായിട്ടാണ് കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വിരലുകൾ മുറിച്ചു കളഞ്ഞ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാളുകൊണ്ട് ആഞ്ഞുവെട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയെയും ആക്രമിച്ച് ആ ഭാര്യയുടെ മുന്നിലിട്ടിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്നത്. അതോടുകൂടി അവസാനിക്കുന്നില്ല, അതോടുകൂടി ഫിത്നകളുടെ പരമ്പര തുടങ്ങുകയാണ്. ഫിത്നകളുടെ വലിയ പരമ്പര തുടങ്ങുകയാണ്. അനിവാര്യമായി അത് തുടങ്ങും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചതാണ്, അള്ളാഹുവിന്റെ അചഞ്ചലമായ വിധിയാണ്, ആർക്കും തിരുത്താൻ പറ്റാത്ത വിധിയാണ്. കാരണം അതിന് അള്ളാഹു പല ഹിക്മത്തും അതിൽ കണ്ടിട്ടുണ്ടാവാം. അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണ് ഈ ഫിത്നകളിലൂടെ അള്ളാഹുവിന് മാത്രം അറിയുകയുള്ളൂ. എങ്കിലും മുസ്ലിം ലോകത്ത് അറ്റമില്ലാത്ത ഫിത്നകൾ ഉണ്ടാവുകയാണ്. ആ ഫിത്നയിൽ പെട്ടതാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് സിഫീൻ യുദ്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫിത്നയുടെ കൂട്ടത്തിൽ പഠിപ്പിച്ചതാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയ രണ്ട് വിഭാഗങ്ങൾ, ഫിഅത്തുൽ അദീമിന്റെ വലിയ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പോരടിക്കുകയും യുദ്ധം ചെയ്യുകയും വലിയ നാശനഷ്ടങ്ങളും മരണങ്ങളും നിങ്ങൾക്കിടയിൽ സംഭവിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ എത്ര വലിയ വേദനയും പ്രയാസവുമാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്ത് കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എന്തെങ്കിലും പാല് കൊടുത്തപ്പോ അതിങ്ങനെ ആ മുറിവിലൂടെ പുറത്തേക്ക് വരാണ്. അത്രയും ആഴത്തിനാണ് കുത്ത് കിട്ടിയിട്ടുള്ളത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും കുടൽമാല പോലും പുറത്തു വരുന്ന രൂപത്തിലുള്ള മുറിവാണ് ശരീരത്തിന് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു മരിക്കുന്നത്. കാരണം അത്ര ആരോഗ്യവാനായിരുന്നു ആ പ്രായത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ വേദന എടുത്ത് നീറുന്ന സമയത്ത് ഉമർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണെന്നറിയോ? ആദ്യം ബോധം വന്ന് ചില സംസാരങ്ങൾക്ക് ശേഷം ഉമർ ചോദിച്ചെന്തറിയോ? എന്നെ കുത്തിയതാരാണ്? ഒരു മുസ്ലിമാണോ? ആരാണ് എന്നെ ആക്രമിച്ചത്? ഒരു മുസ്ലിമാണോ? അല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സ് സമാധാനപ്പെടാൻ, ഇത്ര വലിയ മുറിവ് ശരീരത്തിൽ ഉണ്ടായിട്ടും എന്നെ കുത്തിയത് ഒരു മുസ്ലിം അല്ല എന്ന് തിരിച്ചറിഞ്ഞ്, ഒരു അഗ്നി ആരാധകനാണ് തന്നെ കുത്തിയതെന്ന് തിരിച്ചറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു സമാധാനപ്പെടാണ്. എന്നൊരു മുസ്ലിം ഇതെന്നോട് ചെയ്തില്ലല്ലോ എന്ന് സമാധാനപ്പെടണം. കാരണം മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ അത്രത്തോളം വേദനയോടെയും പ്രയാസത്തോടെയുമാണ് അവർ കണ്ടിരുന്നത്. അതാണ് സ്വാഭാവികമായും സംഭവിക്കുന്നത്. അല്പമെങ്കിലും ആത്മാർത്ഥത മനസ്സിലുള്ള ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത ഫിത്നകളാണ് പിന്നീട് വരുന്നത്. സിഫീൻ യുദ്ധം, ഒട്ടനവധി സ്വഹാബികൾ മരിക്കാണ്. ആലോചിച്ച് മുസ്ലിം ലോകം പിളർപ്പുണ്ടാവാൻ രണ്ട് ഭാഗത്തും നിൽക്കുന്നത് നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയാത്ത, നമുക്കൊരിക്കലും അബദ്ധത്തിൽ പോലും ഒരു മോശമായ വാക്കുകൾ വന്നു പോകാത്ത അത്രയും വലിയ മഹാരഥന്മാരായ സ്വഹാബികളാണ് രണ്ട് ഭാഗത്ത് നിൽക്കുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. അപ്പുറത്ത് ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരളിന്റെ കഷ്ടമെന്ന് പറഞ്ഞ ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പ്രിയപ്പെട്ട ഉപ്പ അലി റളിയല്ലാഹു അൻഹു ആണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ കഥകൾ കേൾക്കുമ്പോൾ നിഷ്പക്ഷമായി വേദനയോടെ നമ്മൾ പറയുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിങ്ങളുടെ മനോവേദനയും അവരുടെ പ്രയാസവും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തായിരിക്കും അവർ അനുഭവിച്ചിട്ടുണ്ടാകാനിടയുള്ള ഒരു ട്രൗമ എത്രമാത്രം വലുതായിരിക്കും അവർ അനുഭവിച്ചിട്ടുണ്ടാകാൻ ഇടയുള്ള മാനസിക പ്രയാസം. അല്ലാഹു മുസ്ലിം ഉമ്മത്തിലെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാകട്ടെ. അവിടെയും അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. പിന്നീട് അങ്ങോട്ട് അതാ കർബല സംഭവം വരുന്നു. കർബലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെയാണ് കൊല്ലുന്നത്, അവരാണ് കൊല്ലപ്പെടുന്നത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ കൊന്ന ചരിത്ര താളുകളിൽ നമ്മൾ വായിക്കുമ്പോൾ, ഒതന്റിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സിൽ നിന്നത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വല്ലാതെ വേദനിക്കും, വല്ലാതെ പ്രയാസപ്പെടും.
ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയറുത്തെടുത്തിട്ട് അന്നത്തെ ഭരണാധികാരിയുടെ മുന്നിൽ കാഴ്ചവെച്ച സംഭവമൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അതിലൊരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനോ ഒന്നുമല്ല തെറ്റുകാർ പലരുമുണ്ട്. പക്ഷെ ആ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്താൽ ഒരു റൂട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഇപ്പൊ അത് ചർച്ചക്കെടുക്കേണ്ടതില്ല. എന്തായാലും കർബല എന്ന് പറയുന്നത് വളരെയധികം വേദനയും പ്രയാസവും ഉളവാക്കുന്ന ഒരു ഫിത്ന തന്നെയാണ്, ഒരു പരീക്ഷണം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഫീൻ യുദ്ധമുണ്ടായി, കർബല സംഭവമുണ്ടായി, പിന്നീട് അങ്ങോട്ട് അതിന്റെ ഇടയിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖവാരിജികളുമായിട്ടുള്ള യുദ്ധമുണ്ടായി, ഖവാരിജികൾ ഉണ്ടാക്കിയ ഫിത്നകൾ വേറെ ഉണ്ടായി, ഖവാരിജികൾ ഒരുപാട് സ്വഹാബിമാരെ കൊല്ലുന്ന ഫിത്നയുണ്ടായി, പല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സംവാദം നടത്തി, ഖവാരിജികളുമായിട്ടുള്ള സംവാദം നടത്തി. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ രാത്രിയുടെ ഇരുട്ടിന്റെ കറുത്ത ചീളുകൾ പോലെയുള്ള ഫിത്ന മദീനയിൽ ഓരോ വീടുകളിലേക്കും ഇറങ്ങി ചെല്ലുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ അതേപോലെ സംഭവിക്കുകയും ചെയ്തു. ഇതെല്ലാം സംഭവിച്ചതാണ്, ഇതെല്ലാം കഴിഞ്ഞതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ദുരന്തങ്ങളുണ്ട്. നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹദീസുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന, നാം അത്ഭുത സ്തബ്ധരായി പോകുന്ന പല അടയാളങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ഇൽമു നഷ്ടപ്പെടും, വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകൾ വർദ്ധിക്കുകയും മനുഷ്യന്റെ മനസ്സുകൾ ശൂന്യമാവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്രോതസ്സിന് യാതൊരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഗൂഗിൾ എടുത്തിട്ട് എന്തെങ്കിലും അടിച്ചാൽ ഉത്തരം കിട്ടാത്തൊന്നുമില്ല. ഇനി ഗൂഗിൾ മാറി ഇപ്പോൾ ഈ ചാറ്റ് GPT പോലെയുള്ള സംഗതികൾ, ഇപ്പോൾ മെറ്റ AI കൂടി വന്നു. വാട്സപ്പിന് മേലെയുള്ള എന്തെങ്കിലും എന്ത് കാര്യം ചോദിച്ചാലും അതിന് മറുപടിയാണ്. വിജ്ഞാനത്തിൻ്റെ സോഴ്സിന് യാതൊരു കുറവില്ല, എന്തിനും മറുപടിയാണ്. നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് വരെ നടത്താം. നമുക്ക് ഇപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഈ പറയുന്ന ഏതെങ്കിലും ഈ AI സംഭവങ്ങളൊന്ന് തുറന്നിട്ടിട്ട് നിങ്ങളൊന്ന് അതിനോട് സംവാദം നടത്തി നോക്ക്. എത്ര കൃത്യമായിട്ടാണ് ഒരുപാട് കാലം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു വലിയ തത്വജ്ഞാനി സംസാരിക്കുന്നവരോ നമ്മൾ സംസാരിക്കും. വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സിനൊന്നും ഒരു കുറവുമില്ല, ഒരു മഞ്ഞുമില്ല. പക്ഷെ മനുഷ്യൻ്റെ തലമണ്ടയിലൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അവനൊന്നും അറിയില്ല, എല്ലാം എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദീനിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രഭാഷകന്മാർ കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രാസംഗികന്മാർ കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രാസംഗികന്മാരെ പണ്ഡിതന്മാരെന്ന് വിളിക്കുന്ന ദുരന്തവും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മളൊക്കെ ഏതെങ്കിലും വേദിയിൽ പോയിട്ട് ക്ഷണിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ പറയാനുണ്ട്, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ഒരാൾ 2 ആയത്ത് ഓതി 2 ഹദീസും പറഞ്ഞിട്ട് 2 തൊള്ളവടായി വിട്ടാൽ പിന്നെ പണ്ഡിതനാണ്. പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് കാലം അധ്വാനിച്ച് പഠിച്ച് കിതാബുകളിൽ നിന്ന് കിതാബുകളിലേക്ക് കൊല്ലങ്ങളെടുത്ത് യാത്ര ചെയ്ത് ഇരുത്തം വരണം, എന്നാലും ഒരാളെ പണ്ഡിതൻ എന്ന് പറയാൻ പറ്റുക. നമ്മുടെ നാട്ടിൽ എല്ലാവരും പണ്ഡിതന്മാരാണ്. 2 ഖുതുബ പറഞ്ഞാൽ പിന്നെ ഫത്വ ഇൻസ്റ്റൻ്റാണ്. എന്ത് ചോദിച്ചാലും ഉത്തരം പറയാത്ത ഒരു കാര്യമില്ല. എല്ലാവരും മുഫ്തിമാരാണ്. ഫേസ്ബുക്ക് മുഫ്തിമാർ കുറേ വേറെ, വാട്സപ്പ് മുഫ്തിമാർ വേറെ, ഇൻസ്റ്റാഗ്രാം മുഫ്തിമാർ വേറെ. എല്ലാവരും ഇങ്ങനെ ഫത്വ ഇങ്ങനെ അടിച്ചിറക്കുന്ന തിരക്കിലാണ്. ഒരു ഇൽമുമില്ല, ഒന്നും അറിയില്ല. എന്താണ് കിതാബ് എന്നറിയില്ല, എന്താണ് സ്വഹാബത്തിന്റെ ഫഹ്മ് എന്നറിയില്ല. ഇനി വേറെ കുറേ ആളുകൾ ഫത്വ ഇമ്പോർട്ടേഴ്സും എക്സ്പോർട്ടേഴ്സും ഉണ്ട്. ചില നാടുകളിൽ നിന്ന് സൗദിന്നോ മറ്റോ ഉള്ള ഫത്വകൾ നേരിട്ട് അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അത് ഏറ്റവും വലിയ ദുരന്തമാണത്. ഏറ്റവും വലിയ ദുരന്തമാണ്. ഒരു പണ്ഡിതൻ ഒരു ഫത്വ പറയുക എങ്ങനെയാണ്? അയാൾക്ക് വന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിലെ സാഹചര്യങ്ങൾ, അവിടെ ഉണ്ടായ കോണ്ടെക്സ്റ്റൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ആ പണ്ഡിതൻ മറുപടി പറയുക. അത് അതുപോലെ വേറെ നാടുകളിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? എത്ര വലിയ ഫിത്നയാണ് അതുകൊണ്ട് ഉണ്ടാവുക. ഇൽമില്ലാത്തതിൻ്റെ പ്രശ്നം നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അസ്ല് മാറൂല, പക്ഷെ ഫത്വ മാറും. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഒരിക്കലും മാറൂല, പക്ഷെ ഫത്വ മാറും. ഓരോ നാടിന്റെ സാഹചര്യത്തിലും ഫത്വ മാറും, അസ്ല് മാറില്ല. നമ്മൾ മനസ്സിലാക്കുക, ഇൽമ നേടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ത്വലബുൽ ഇൽമി ഫരീദതൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും ബാധ്യതയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദർസിലും അറബി കോളേജിലും പഠിക്കുന്ന ഖുതുബ പറയുന്ന ആളുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇൽമ നേടുക എന്നുള്ളത്. എല്ലാവരും ഉത്തരവാദിത്തമാണ്. കഴിയുന്ന രീതിയിൽ പഠിക്കുക,
സമയം എങ്ങനെയാണോ കിട്ടുന്നത് ആ രീതിയിൽ പഠിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, അറിവിന്റെ ഒരു സദസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തെല്ലാം പ്രത്യേകതകളാണ് അവിടെ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ. ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട്, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അന്ത്യനാളിനെ കുറിച്ചാണല്ലോ വിഷയം, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കാം, എന്തെങ്കിലുമൊക്കെ അറിയാം എന്നുദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വഴി എളുപ്പാക്കി കൊടുക്കും. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വന്നത് പ്രസംഗം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അതിനോടൊരു കാര്യമില്ല, ഒരു ഫലവും ഇല്ല. നമ്മൾ പ്രസംഗത്തിന് മാർക്കിടാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടല്ല ക്ലാസ്സുകളിലേക്ക് പോകേണ്ടത്. അതിനൊരു ഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് അവിടെ നിന്ന് എന്തെനിക്ക് കിട്ടും? എൻ്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന ആഗ്രഹത്തോടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരുമെന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മാത്രമല്ല, ഈ സദസ്സിൽ നമ്മൾ മാത്രമല്ല ഉള്ളത്, ഈ സദസ്സ് നിറഞ്ഞു കവിഞ്ഞ സദസ്സാണ്. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ്ങുകളിലോ ഏതെങ്കിലും സംഘടനാ മീറ്റിങ്ങുകളിലോ ചെന്നിരുന്നാൽ ഒരുപക്ഷെ ഈ പ്രത്യേകത ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ഇരിക്കുന്നത് അള്ളാഹിനെ കുറിച്ച് സംസാരിക്കാനാണ്, പ്രവാചകനെ കുറിച്ച് സംസാരിക്കാനാണ്. ഇവിടെ ഈ ഇരുത്തത്തിന് വേറൊരു ഉദ്ദേശവുമില്ല, ഈ സംസാരത്തിന് വേറൊരു ഉദ്ദേശവുമില്ല. അങ്ങനെയുള്ള സദസ്സുകളിലേക്ക് മുഖ്ലിസുകളായ ആളുകൾ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നതിനിടെ ഇരിക്കുന്ന സദസ്സുകളിലേക്ക് വാനലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഈ സദസ്സുകളെ കണ്ടുപിടിച്ചിരിക്കുന്നതിന് വേണ്ടി മാത്രം ഡ്യൂട്ടി കൊടുത്ത് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാൻ. ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ്? യതീഹൂന ഫിൽ അർദ്, അവരെങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി അടിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇത്തരത്തിലൊരു സദസ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു മടിയുമില്ലാതെ, അവിടെ സംഘടന നോക്കാതെ ആ മലക്കുകൾ ആ സദസ്സിലേക്ക് വന്നിരിക്കുകയും എന്നിട്ട് ആ സദസ്സിൽ തീരുന്നത് വരെ പകുതിക്ക് നടിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോൺ നോക്കി കുത്തിരിക്കുക, അല്ലെങ്കിൽ ഉറക്കം വരൊന്നുമില്ല, കഴിയുന്നത് വരെ അവർ ശ്രദ്ധിച്ചിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു, അവർ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും. പടച്ചോൻ അവരോട് ചോദിക്കും, എവിടുന്നാണ് വരുന്നത്? അള്ളാഹ്ക്കറിയാം എവിടുന്നാണ് വരുന്നത്. അവർ പറയും, ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എന്താണ് അവരുടെ ആവശ്യം? ഇങ്ങനെ കുറെ സംഭാഷണങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സാക്ഷിയാക്കിയിട്ട് 3 വാദ കൊടുക്കും. എന്തൊക്കെയാണ്? ഞാൻ അവർക്ക് പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അറിവ് നേടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നതെങ്കിൽ, ഈ സദസ്സിലേക്ക് വന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ വാതിൽ കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ വാദയാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു വാദകൾ ഒരിക്കലും ലംഘിക്കൂല. രണ്ടാമതായി, സ്വർഗ്ഗപ്രവേശനം അല്ലാഹു നൽകും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഒറ്റൊരു സദസ്സിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പോയി നോക്ക്. നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച് കേൾക്കാൻ, അവന്റെ വലുപ്പത്തെ കുറിച്ച് കേൾക്കാൻ ഒരൊറ്റ സദസ്സിൽ നിങ്ങൾ പങ്കെടുത്ത് നോക്ക്. നിങ്ങളുടെ ജീവിതം മാറി മറിയും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എത്രയോ ആളുകൾ ഒരൊറ്റ സദസ്സിൽ പങ്കെടുത്തത് കാരണം ഒന്നിങ്ങനെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ എന്തോ ഒന്ന് പറയുന്നത് കേട്ടോ, എന്തായിരിക്കും ആ പറയുന്നത് എന്ന ജിജ്ഞാസയോടെ ഒന്നവിടെ ഇറങ്ങി ഒരു 10 മിനിറ്റോ കാമണിക്കൂറോ കേട്ടു, മാറി ജീവിതം, അടിമുടി മാറി. കഞ്ചാവ് ഒഴിവാക്കിയവർ, വ്യഭിചാരം ഒഴിവാക്കിയവർ, കളവ് ഒഴിവാക്കിയവർ, വഞ്ചന ഒഴിവാക്കിയവർ, ബിദഅത്ത് ഒഴിവാക്കിയവർ, ശിർക്ക് ഒഴിവാക്കിയവർ, ജീവിതത്തിന്റെ നാനാ തുറകളിൽ പരിശുദ്ധി കൈവരിച്ചവർ. എന്തേ കാരണം? ദീനിന്റെ ഒരു സദസ്സിൽ, അറിവിന്റെ ഒരു സദസ്സിൽ ആത്മാർത്ഥതയോടെ കുറച്ചു നേരമെങ്കിലും ഇരിക്കാൻ അവർക്ക് സാധിച്ചു എന്നതാണ്. എന്താ അതിന്റെ കാരണം? അള്ളാഹുവിന്റെ വായതയാണ് അവനെ സ്വർഗത്തിൽ എത്തിക്കാന്നുള്ളത്. അവനെ സ്വർഗത്തിൽ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നന്മയിലേക്ക് അവനെ എത്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മൂന്നാമതായി അള്ളാഹു വായത നൽകാണ്, ഞാൻ അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. നരകത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? അവന്റെ നിലവിലുള്ള പാപക്കറകളിൽ നിന്ന് അവനെ മാറ്റേണ്ടതുണ്ട്. ആ പാപങ്ങളെല്ലാം അവൻ മാറി നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ത്യനാളിന്റെ അടയാളമായ ഇൽമു ഉയർത്തപ്പെടുക എന്ന ഉയർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവരുത് എന്ന ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അറിവിന്റെ വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ മലക്കുകളുടെ ചിറകുകൾ അവന് വേണ്ടി താഴ്ത്തി വിരിച്ചു കൊടുക്കും. കടലിന്റെ മത്സ്യമടക്കം ഭൂമിയിലെ സകല ചരാചരങ്ങളും അവനക്ക് വേണ്ടി ദുആ ചെയ്യും, പ്രാർത്ഥിക്കും, ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത്രമേൽ വലിയൊരു നന്മയെക്കുറിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അറിവ് നേടുക എന്നത്. ഇത്രയെല്ലാം ഓഫർ വെച്ചിട്ടും അറിവ് നേടാനും അറിവ് കരസ്ഥമാക്കാനും ജീവിതത്തിൽ ഒരു അരമണിക്കൂർ പോലും ഒരു ദിവസം ചെലവഴിക്കാത്ത മനുഷ്യർ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ്.
ലോകത്തിന്റെ വിനാശത്തിന്റെ അടയാളങ്ങളാണവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൽമു നഷ്ടപ്പെടും. അടുത്ത അടയാളം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ സത്യത വിളിച്ചോതുന്ന അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചെരുപ്പിടാൻ പോലും ഗതിയില്ലാത്ത, ചെരുപ്പിടാൻ പോലും ഗതിയില്ലാത്ത, നഗ്നബാധരായി നടക്കുന്ന, മരുഭൂമികളിൽ ആടിനെ വെച്ച് നടക്കുന്ന, പശിയടക്കാൻ വളരെ തുച്ഛം മാത്രം കയ്യിലുള്ള അറബികൾ, ആ അറബികൾ ഒരവസ്ഥയിലേക്ക് മാറും. ആ അവസ്ഥ എന്താണ്? വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവർ പരസ്പരം മത്സരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എവിടുന്നാ പ്രവാചകൻ പറയുന്നതെന്ന് നിങ്ങൾക്ക്? ഇത് റസൂല് പറയുന്നത് പനയോല കൊണ്ട് മേഞ്ഞ മേൽക്കൂരയുള്ള, താഴെ മണൽ മാത്രമുള്ള, പ്രവാചകനും സഹാബത്തും കൂടി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പള്ളിക്കുള്ളിരുന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത്. ഒരു ദിവസം ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത്. ഒരു കല്ലും 2 കല്ലും 3 കല്ലും വയറ്റത്ത് കെട്ടിയിട്ട് ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കാൻ പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത്. 30 സ്വാഹ് ഗോതമ്പിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട പടയങ്കി ഒരു ജൂതന്റെ വീട്ടിൽ പണയം വെച്ച് മരണപ്പെടുന്നതിന്റെ മുന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. മാർദ്ദവമുള്ള ഗോതമ്പ് കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായെന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നിട്ട് അള്ളാന്റെ റസൂല് റബ്ബിന്റെ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടം വരും ഈ അറബികൾക്ക്. ആ കാലഘട്ടത്തിൽ ഇവർ നഗ്നബാധരായിരിക്കില്ല, ദരിദ്രനാരായണന്മാരായിരിക്കില്ല, മറിച്ച് അവരാരായിരിക്കും? ഈ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. ലോക സമ്പദ്ഘടനയിൽ വലിയൊരു ഭാഗം അറബികളുടെ കയ്യിലാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? സൗദിയുടെ കയ്യിലുള്ള സമ്പത്ത് എത്രമാത്രം ഇതുവരെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തൊക്കെ നാച്ചുറൽ റിസോഴ്സ് ആണ് അവരുടെ കയ്യിലുള്ളത് എന്ന് ഇന്നും ലോകത്തിന് മുഴുവനായും അറിയില്ല എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെയാണ് ഒരു പെട്രോളിന്റെ ഓയിലിന്റെയും ഗ്യാസിന്റെ ഒക്കെ കണ്ടെത്തലുണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് അറിയാം? അത് കണ്ടെത്തിയോടുകൂടി മരുഭൂമികൾ സ്വർഗമായി മാറിയില്ല പ്രിയപ്പെട്ടവരെ. അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വാക്കുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ അത് പറഞ്ഞത് ഒരു മുന്നറിയിപ്പായിട്ടാണ്, ഒരു സന്തോഷ വാർത്തയായിട്ടല്ല. എന്തിന്റെ മുന്നറിയിപ്പായിട്ട്? വരാനിരിക്കുന്ന സർവനാശത്തിന്റെ, മഹാവിനാശത്തിന്റെ മുന്നോടിയായി വരാനിരിക്കുന്ന സൂചനയാണ്, അടയാളമാണ് അറബികളുടെ ഈ പറയുന്ന തരത്തിലുള്ള ഉയരലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ പ്രവാചകൻ പറയുന്നു, കൊലപാതകം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വർദ്ധിക്കും. കൊല്ലുന്നവനറിയില്ല ഞാൻ എന്തിനാണ് ഇവനെ കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവൻ അറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നതെന്ന്. ആ ഒരവസ്ഥയിലേക്ക് കൊലപാതകങ്ങൾ മാറും. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും അതുമായി ബന്ധപ്പെട്ട ഹോളോകോസ്റ്റും അതുമായി ബന്ധപ്പെട്ട ഹിറ്റ്ലറുടെ അതിക്രൂരമായ കൊലപാതകങ്ങളെല്ലാം നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. കോടിക്കണക്കിന് മനുഷ്യരാണ് പുഴുക്കളെ പോലെ കൊല്ലപ്പെട്ടത്. കോടിക്കണക്കിന് മനുഷ്യർ. ഹോളോകോസ്റ്റിന്റെ സമയത്തൊക്കെ, ഹിറ്റ്ലറുടെ സമയത്തൊക്കെ ഗവേഷണം നടക്കുന്നത് തന്നെ ചെറിയ സമയത്ത് എങ്ങനെ ഒരുപാട് ആളുകളെ കൊല്ലാം എന്നതിന്റെ ഗവേഷണമാണ് നടക്കുന്നത്. എന്നിട്ട് ആ ഡെഡ് എങ്ങനെ എത്രയും പെട്ടെന്ന് സംസ്കരിക്കാം എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റ ദിവസം തന്നെ 20,000-ഉം 50,000-ഉം ഒക്കെ ആളുകളെ കൊന്ന ചരിത്രമുണ്ട്. ഒരുപാട് കാലം പുറകോട്ട് പോകണം പ്രിയപ്പെട്ടവരെ? ചെയ്ത തെറ്റെന്താണെന്നറിയാതെ ജീവിതത്തിലേക്ക് പിച്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഗാസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്നും മരിച്ചു വീഴുന്നില്ലേ? ഇന്നും എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? നിങ്ങൾ നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വരെ അനുശോചനം രേഖപ്പെടുത്തി. പക്ഷെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പ്രിയപ്പെട്ടവരെ ഗാസയിലെ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന് അനുശോചനം പറയാൻ പോലും ആരുമില്ല, അതിനൊന്ന് അനുശോചിക്കാൻ പോലും ആരുമില്ല. ആയിരക്കണക്കിന് കുഞ്ഞു മക്കളാണ് കൊല്ലപ്പെട്ടത്. പ്രതികരിക്കാൻ ആരുമില്ല. സമ്പത്തില്ലാഞ്ഞിട്ടാണോ? ആൾബലയിലായിട്ടാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്? ഒരു കാലഘട്ടം വരും,
വിശക്കുന്ന കൈകൾ, വിശക്കുന്ന മനുഷ്യർ തളികയിലേക്ക് നീട്ടുന്നത് പോലെ, ഭക്ഷണ തളികയിലേക്ക് കൈ നീട്ടുന്നത് പോലെ നാനാഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് കൈകൾ നീട്ടും. എല്ലാവരും ഒറ്റക്കെട്ടാണ്. സംഘികളും ഈ പറയുന്ന ക്രിസംഘികളും ഈ പറയുന്ന ലിബറൽ വാദികളും എല്ലാം ഒറ്റക്കെട്ടാണ് ഇസ്ലാമിനെതിരെ. യുക്തിവാദികൾക്ക് കൊഞ്ഞനം കുത്താനുള്ളത് ഇസ്ലാമിനെ, സംഘപരിവാർ തീവ്രവാദികൾക്ക് കൊഞ്ഞനം കുത്താനുള്ളത് ഇസ്ലാമിനെ, ക്രിസംഘികൾക്ക് കൊഞ്ഞനം കുത്താനുള്ളത് ഇസ്ലാമിനെ. ലോകത്താരൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിട്ടുണ്ടോ അവർക്കൊക്കെ പറയാനും കൊഞ്ഞനം കുത്താനും ആക്രമിക്കാനുള്ളത് ഇസ്ലാമിന്. അന്ന് സഹാബത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അന്ന് നമ്മൾ ആൾ വളരെ കുറവായിരിക്കും, കാരണം സഹാബത്തിന് കുറേ ആളുകൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടാവുന്ന അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്താണ്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്ടം പോലെ ആളുണ്ടാവുന്നു, ഒരുപാട് മനുഷ്യന്മാരുണ്ടാവുമെന്ന്, പക്ഷെ ചണ്ടികളായിരിക്കും, മലവെള്ളപ്പാച്ചുള്ള ചണ്ടികളെ പോലെ വഹന് ബാധിച്ചിട്ടുണ്ടാവും. എന്താണ് വഹൻ? പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കാൻ, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തോടുള്ള അമിതമായ വെറുപ്പും കാരണം വഹന് ബാധിച്ചിട്ട്. വഹൻ എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്ക് ഉമ്മമാര് ഗർഭം ചുമക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ വഹൻ എന്ന് പറഞ്ഞത്. വഹനൻ അലാ വഹൻ, വേദനയ്ക്ക് പ്രയാസത്തിന് മേലെ അതേ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉപയോഗിച്ചത്. അതൊരു ഭാരമാണ്. ജീവിതത്തോടുള്ള അമിതമായ പ്രമത്തത, മരണത്തോടുള്ള അമിതമായ വെറുപ്പ്, അത് വല്ലാത്തൊരു ഭാരാണ്. ആ ഭാരം നമ്മൾ ചുമന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആർക്കും അടിമകളാവും, നമ്മൾ ആർക്കും ഭരിക്കാൻ കഴിയും. നമ്മൾ കേവലം പപ്പറ്റുകളായി മാറും. ഒരു വിലയുമില്ലാത്ത, ഒരു അന്തസ്സുമില്ലാത്ത, ഒരു ഇസ്സത്തുമില്ലാത്ത മനുഷ്യരായി മാറും. ലോകത്ത് ഉമ്മത്തിനെ ആ ഒരവസ്ഥയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകട്ടെ പ്രിയപ്പെട്ടവരെ. വേദനയും പ്രയാസവും അടിച്ചമർത്തലും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഗാസയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, കൊലപാതകം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആണെന്നോ പെണ്ണെന്നോ കുട്ടിയെന്നോ വൃദ്ധനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാധുനിക സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർസോണിക് വിമാനങ്ങളടക്കം സോണിക് വെപ്പണുകൾ വരെ മനുഷ്യരിങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ മനുഷ്യനെ ഏറ്റവും എഫക്റ്റീവായി കൊല്ലാം, അതാണ് ലോകത്ത് നടക്കുന്ന ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്ന പരീക്ഷണം. ഓരോ രാജ്യങ്ങളും തങ്ങളുടെ ആയുധപ്പുരകൾ നിറക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കോടികൾ ചെലവാക്കാൻ. എന്തിന്? എങ്ങനെ കൊല്ലാം, എങ്ങനെ ഒരുപാട് ആളുകളെ കൊല്ലാം, എങ്ങനെ ഒരു നഗരം മുഴുവൻ ചുട്ടരിക്കാം, എങ്ങനെ ഒരു രാജ്യം മുഴുവൻ ചുട്ടരിക്കാം എന്ന വൃത്തികെട്ട പരീക്ഷണങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1.5 സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൊലപാതകങ്ങൾ മുമ്പൊരിക്കലുമില്ലാത്ത വിധം വർദ്ധിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അടുത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖൂമു സ്സഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഏതുവരെ കഴുതകൾ കാമത്തിൽ ഏർപ്പെടുന്നത് പോലെ ആണും പെണ്ണും ഒരു മടിയുമില്ലാതെ, ഒരു അറപ്പും വെറുപ്പുമില്ലാതെ റോഡരികിൽ നിന്നുകൊണ്ട്, വഴിയരികിൽ നിന്നുകൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് വ്യഭിചരിക്കരുത് എന്ന് പറയാനല്ലോ, ഒരു മറയിൽ നിന്ന് ചെയ്തൂടെ എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ അയാൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഉണ്ടാവണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ കാരണം? അത്രയും ഈമാൻ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ധൈര്യം ഉണ്ടാവില്ല, അവൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? അത് പറയലാണ്. വ്യഭിചരിക്കലല്ല വലിയ അപരാധം, വ്യഭിചരിക്കരുത് എന്ന് പറയലാണ് വലിയ അപരാധം എന്ന കാലഘട്ടത്തിലേക്ക് ലോകമെത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയില്ലേ പ്രിയപ്പെട്ടവരെ? LGBTQക്കെതിരെ എന്തെങ്കിലും കാര്യമായ രീതിയിൽ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്. എന്തൊക്കെ പ്രൊട്ടസ്റ്റുകളാണ്! നിങ്ങളുടെ വാക്കുകൾക്ക് സ്വാധീനമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളാണ് വരിക, ഏതൊക്കെ രീതിയിലുള്ള എതിർപ്പുകളാണ് നിങ്ങൾക്ക് വരിക. ലോകത്തുള്ള സകല മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും നിങ്ങൾക്കെതിരെ തിരിയും, നിങ്ങളെ ക്രൂശിക്കും, നിങ്ങൾക്കെതിരെ കല്ലെറിയും, നിങ്ങളെ പ്രയാസപ്പെടുത്തും. എന്തേ കാരണം? നിങ്ങൾ സ്വവർഗാനുരാഗത്തിനെതിരെ സംസാരിച്ചു, നിങ്ങൾ വ്യഭിചാരത്തിനെതിരെ സംസാരിച്ചു. നിങ്ങളും എവിടെയും വേണ്ട, പയ്യാമ്പലത്ത് പോവാ. സ്കൂൾ കുട്ടികൾ 15, 16, 17, 18 വയസ്സുള്ള കുട്ടികൾ അവർ പരസ്പരം വേണ്ടാത്ത രീതിയിൽ ഇടപഴകുമ്പോൾ അരുതെന്ന് പറയാൻ പോലുമുള്ള അവകാശം മുതിർന്ന തലമുറക്കില്ല. അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിചാരം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിൽ വേറെ ഒന്നുമില്ലേ എന്നാണ് തിരിച്ചു ചോദിക്കുക. എന്നാൽ തിരിച്ചു ചോദ്യം, ഒരാണും പെണ്ണിലുള്ള തമ്മിലുള്ള ബന്ധം ഇത് മാത്രമേ ഉള്ളൂ. എന്നാൽ ലോകത്ത് നടന്ന സകല റിസർച്ചുകൾ നിങ്ങൾ എടുത്തു നോക്കുക. ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും തമ്മിലൊരു പ്ലാറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് സാധ്യമല്ല എന്ന് സകല സൈക്കോളജി സ്റ്റഡീസും കൃത്യമായി പറയുന്നു.
പക്ഷെ നമ്മുടെ ഇളം തലമുറക്ക് അതൊരിക്കലും സമ്മതിച്ചു തരാൻ കഴിയില്ല. അവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്, അതിനുള്ള പെർമിഷനാണ് വേണ്ടത്. എന്തും നിങ്ങൾക്ക് ചെയ്യാം തോന്നുന്നത് പോലെ, വിചാരിക്കുന്നത് പോലെ. ട്രെയിൻ യാത്രയൊക്കെ പലപ്പോഴും മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന രീതിയിൽ പെൺകുട്ടികളും ആൺകുട്ടികളുമുള്ള രക്ഷിതാക്കൾ പേടിച്ചു പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ട്രെയിനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ചില അതോറിറ്റികളും മനഃപൂർവ്വം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ലോഗോ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? LGBTQ പ്രോ തീമല്ലേ, പ്രോ LGBTQ തീമല്ലേ ഉണ്ടായിരുന്നത്? രണ്ട് പെൺകുട്ടികൾ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആഭാസകരമായ ചിത്രമല്ലേ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിന് മുന്നിലുണ്ടായിരുന്നത്? ഇതിനൊക്കെ കൊടി പിടിച്ചു കൊടുക്കാൻ, സകല വ്യഭിചാരങ്ങൾക്കും സകല വൃത്തികേടുകൾക്കും കൊടി പിടിച്ചു കൊടുക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാര മാധ്യമങ്ങളും സജീവമായി കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ന് വ്യഭിചാരത്തിനെതിരെ വിരലനക്കാൻ, ഈ പറയുന്ന സോക്കോൾ ലിബറലിസത്തിനെതിരെ ഒരു വിരലനക്കാൻ നിനക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അത്രയും ഈമാൻ നിനക്ക് വേണമെന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ഉള്ള ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം ആരും ഒരക്ഷരം ഇനി മിണ്ടാൻ പോകുന്നില്ല, അവിടെ എത്തിയിട്ടില്ല, എത്തും. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഈ പറയുന്ന വൃത്തികേടുകൾക്കെതിരെ മിണ്ടാൻ ഒരാളും തയ്യാറാവൂല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നമുക്ക് പറഞ്ഞു തന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു 3 അടയാളം കൂടി പറയാനുണ്ട്. നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 8ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മദ്യത്തിന്റെ ഉപയോഗം കൂടും, ലഹരിയുടെ ഉപയോഗം കൂടും. പലതരത്തിലുള്ള ലഹരികൾ, ഏതൊക്കെ രീതിയിൽ. ആൺകുട്ടികളെയായിരുന്നു പണ്ട് രക്ഷിതാക്കൾക്ക് പേടി, ഇന്ന് പെൺകുട്ടികളെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. അവർക്കറിയാം എന്ത് ചെയ്താലാണ് ലഹരി കിട്ടുക എന്നത്. അത്ഭുതപ്പെട്ടു പോകും. ഓരോ ടീച്ചർമാർ, അധ്യാപികമാരൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ണ് വീഴ്ച നിന്നു പോകും. ഇതൊക്കെ ഈ പ്രായത്തിലുള്ള കുട്ടികളാണോ? അവർ ഏത് മരുന്ന് കുടിച്ചാലാണ്, ഏത് മരുന്നിന്റെ കൂടെ മിക്സ് ചെയ്താലാണ് ലഹരി കിട്ടുക എന്നവർക്ക് കൃത്യമായി അറിയാം. നമുക്കൊന്നും അറിയില്ല, നമുക്കൊന്നും മനസ്സിലായിട്ടുമില്ല. ഇനി ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെ നിൽക്കണം, എങ്ങനെ അഭിനയിക്കണം, ഇതിൽ നിന്ന് എങ്ങനെ ഊരണം, ഇതിനു വേണ്ടി എങ്ങനെ പണമുണ്ടാക്കണം എന്നുവരെ ഈ പറയുന്ന ആളുകൾക്കറിയാം. 17, 16, 15 വയസ്സുള്ള കുട്ടികൾ ഇതിങ്ങനെ ഉപയോഗിച്ചിട്ട് വിരലിന്റെ ഇടയിൽ ബ്ലേഡും വെച്ചിട്ടാണ് നടക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൂറാണ്. ഇന്ന് കണ്ടില്ലേ, ഒരു അധ്യാപികയെ ഒരു കുട്ടി മർദ്ദിച്ചിട്ട് ഒരു സ്കൂളിലെ പ്രധാന അധ്യാപിക ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ന് നടന്നതാണ്, വേറെ ദിവസം നടന്നതാണെന്ന് അറിയില്ല. ഇതിങ്ങോട്ട് ഉപയോഗിച്ചാൽ എന്തു ചെയ്യാൻ കഴിയല്ലേ? ഇതിൻ്റെ ഇടയിലല്ലേ മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് സ്വന്തം അമ്മയും അച്ഛനെയും വെട്ടിക്കൊന്നത്. അമ്മയും അച്ഛനെയും വെട്ടിക്കൊല്ലാണ്. ഇവിടെ നടന്നല്ലോ, നമ്മുടെ കണ്ണൂർ ഈ തൊട്ടടുത്ത പ്രദേശത്ത് നടന്നല്ലോ. സൂഫി മക്കാനിയുടെ മുതലാളിനെ എന്തിൻ്റെ പേരിൽ, ചെറിയൊരു വാക്ക് തർക്കത്തിൻ്റെ പേരിലാണ് ആ കൊലപാതകം നടത്തിയത്. ഏറ്റവും നല്ല എന്തറിയോ, ഈ പ്രായത്തിലുള്ള കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ബൈക്ക് എടുത്ത് അങ്ങനെയൊക്കെ പോകുമ്പോൾ മിണ്ടാതിരിക്കുക. കാരണം അവർ സ്വബോധത്തിലല്ല. അപകടമാണ്. ലഹരി അത്രമാത്രം സാർവത്രികമായിരിക്കുന്നു. വീടിൻ്റെ ഉള്ളിൽ വെച്ച് ഉപയോഗിക്കാൻ അധ്യാപകർ വരെ അതിൻ്റെ കാരിയേഴ്സായി മാറുന്ന ദുരന്തപൂർണമായ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യപാനം വല്ലാതെ അങ്ങോട്ട് വ്യാപിക്കും. ഇത് പ്രവാചകൻ പറയുന്നത് എങ്ങനെ അറിയോ? ഏത് സമയത്താണ്? ലഹരി മുഴുവൻ പ്രവാചകൻ ഖുർആൻ എന്ന ആ വലിയ സംഭവം കൊണ്ട് ലഹരി മുഴുവൻ മദീനയിൽ നിന്ന് വലിച്ചൂരി എടുത്തതിന് ശേഷമാണ് റസൂൽ പറയുന്നത്, അതേപോലെ അതിനേക്കാൾ ശക്തമായി ഇത് തിരിച്ചു വരും ലോകത്ത്. അത് അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9ാമതായി അമ്ന് നഷ്ടപ്പെടും, വിശ്വാസ്യത നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. പെന്നിൽ ക്യാമറ ഒളിപ്പിച്ചിട്ടുണ്ടോ? കുടുക്കിൽ കുപ്പായത്തിൻ്റെ ബട്ടണിൽ ക്യാമറ ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ റൂമിൽ ക്യാമറ ഉണ്ടോ? ബാത്റൂമിൻ്റെ ഉള്ളിൽ ക്യാമറ ഉണ്ടോ? ക്ലോസറ്റിൻ്റെ ഉള്ളിൽ ക്യാമറ ഉണ്ടോ? കണ്ണാടി. എവിടെയാണ് നമുക്ക് സുരക്ഷിതത്വമുള്ളത്? ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? ഇനി നമ്മുടെ ഒരാളോട് എന്തെങ്കിലും ഒരു സദസ്സിൽ, പ്രവാചകൻ പറഞ്ഞത്, ഒരു സദസ്സിൽ നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സദസ്സിൽ നിന്ന് പിരിയുന്നതിൻ്റെ മുന്നേ ലോകം മുഴുവൻ ആ വാർത്ത വ്യാപിക്കും. ഇതൊക്കെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ളതാണ്. അന്ന് വാട്സപ്പ് ഉണ്ടോ? അന്ന് ഫേസ്ബുക്ക് ഉണ്ടോ? അന്ന് ഏതെങ്കിലും രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഉണ്ടോ? പക്ഷെ ഇന്ന് നമ്മുടെ ഒരു സദസ്സിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാക്കിന് ചെറിയൊരു അബദ്ധം വന്നു കഴിഞ്ഞാൽ ആ അബദ്ധം അതാ ലോകം മുഴുവൻ വ്യാപിക്കാൻ.
ലോകം മുഴുവൻ കാണാൻ അമ്ന് നഷ്ടപ്പെട്ടു, നിർഭയത്വം നഷ്ടപ്പെട്ടു. എവിടെയാണ് അഭിമാനം തകരുക എന്നറിയില്ല, എവിടെയാണ് സ്വകാര്യത മൊത്തത്തിൽ പുറത്താവുക എന്നറിയില്ല. ആ അവസ്ഥയിലേക്ക് ലോകമെത്തി. 10-ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന മറ്റൊരു കാര്യം പ്രിയപ്പെട്ടവരെ, പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കും. ഭൂകമ്പം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആവർത്തനം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാടതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മനുഷ്യന്മാർ പ്രിയപ്പെട്ടവരെ, ഇനിയും കിട്ടാൻ എത്ര ആളുകൾ ബാക്കി, ഇനിയും കണ്ടെത്താൻ ഒരു പൊടി പോലും ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ലാത്ത എത്ര വീടുകളാണ് ബാക്കി കിടക്കുന്നത്. ഇനിയും ദുരന്തങ്ങൾ സംഭവിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? 2018 മറ്റോ സംഭവിച്ച പുത്തുമല ഉരുൾപൊട്ടതിന് ശേഷം, കവളപ്പാറ പൊട്ടലിന് ശേഷമാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. ഞാൻ ആ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു 6-7 കിലോമീറ്റർ മാറിയിട്ട് 6 വർഷം താമസിച്ച ഒരാളാണ് ഞാൻ. അവിടെയുള്ള ആളുകളെ, ഒരുപാട് ആളുകളെ അറിയാം, ആ പ്രദേശം അറിയാം. നമ്മളിങ്ങനെ വണ്ടിയെടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര സുന്ദരമാണെന്നറിയാം പ്രദേശം, എത്ര സൗന്ദര്യമുള്ള സ്ഥലമാണെന്നറിയാം, എത്ര നല്ല മനുഷ്യന്മാരുള്ള, കാപട്യമില്ലാത്ത, ആധുനികതയുടെ കാപട്യമില്ലാത്ത, മനസ്സ് നിറയെ നന്മയുള്ള ഒരുപാട് മനുഷ്യന്മാർ എല്ലാം പോയില്ലേ. ഇന്ന് ആ ഉരുൾപൊട്ടിയതിൻ്റെ ആ മുകളിലത്തെ ഭാഗത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരത്തോളം മണലിൻ്റെ നിറം മാത്രമുള്ള ചെളി ഇങ്ങനെ നിറഞ്ഞു കിടക്കാൻ. ചെളി ഇപ്പോൾ ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും മഴയില്ലാത്തതുകൊണ്ട്. ഈ ദുരന്തങ്ങൾ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരുപാട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമ്മെ അത്ഭുത സ്തബ്ധരാക്കുന്നതാണ്. ഹദീസ് എത്രമാത്രം ഒതന്റിക്കാണ് എന്നത്, ഹദീസ് എന്ന് പറയുന്നത് എത്രമാത്രം ആകാശലോകവുമായി ബന്ധമുള്ളതാണ് എന്ന് തീർത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്ന അടയാളങ്ങൾ എമ്പാടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആ അടയാളങ്ങളിലേക്കും അതുപോലെ തന്നെ വലിയ അലാമാത്തുൽ കുബ്രയിലേക്കും ഒക്കെ നമുക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരവും വിരുദ്ധവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ കൂടിയിരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.